പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 16 വീഡിയോ ആണിത്. ഇൻസേർട്ട് ടാബിലെ ടേബിൾ ഗ്രൂപ്പ് ഈ മെനുവിലെ കമാൻഡ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കമാൻഡ് ഇനാക്റ്റീവായി കിടക്കുന്നത് കാണാം. കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ടെക്സ്റ്റിനെ ടേബിളിലേക്ക് വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാനുള്ള കമാൻഡാണിത്. ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡ്, സെൻറ്റൻസ്, പാരഗ്രാഫ് എന്നിവയൊക്കെയാണ്. ഒരുപാട് ഡേറ്റ വളരെ വേഗത്തിൽ ടെക്സ്റ്റ് ഫോമാറ്റിൽ ടൈപ്പ് ചെയ്ത ശേഷം അത് ഈ ഒരൊറ്റ കമാൻഡ് ഉപയോഗിച്ച് ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റാവുന്നതാണ്. ടെക്സ്റ്റിനെ ടേബിളിലോട്ടാക്കുന്ന കമാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ കമാൻഡ് ആക്റ്റീവ് ആകണമെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടേണ്ട ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ അതിനായി കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് റോയിൽ ആദ്യത്തെ കോളത്തിൽ റോൾ നമ്പർ, നെക്സ്റ്റ് കോളം നെയിം, പിന്നീട് സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 3 അങ്ങനെ 5 കോളംസ് ഉള്ള 4 റോസുമുള്ള ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമുള്ളത്. സാധാരണ രീതിയിൽ ഇത്രയും ഡേറ്റ നമുക്ക് ഒരു ടേബിളിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടേബിൾ വരയ്ക്കും. അതിനുശേഷം റോൾ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യും, പിന്നീട് നെയിം ടൈപ്പ് ചെയ്യും. അങ്ങനെ കോളം ഹെഡ്സ് നമ്മൾ കൊടുക്കും. അതിനുശേഷം ഓരോ ബോക്സിലും ഡേറ്റ ടൈപ്പ് ചെയ്യും. എന്നാൽ വർക്ക് ലോഡ് അധികമുള്ളപ്പോൾ ഇതേപോലെ ഈ ഫോമാറ്റിൽ നമുക്ക് 1 by 1 ആയിട്ട് താഴോട്ട് ഡേറ്റ ടൈപ്പ് ചെയ്തിട്ട ശേഷം ഈ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് അതൊരു ടേബിൾ ഫോമിലേക്ക് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഒരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനാണെങ്കിൽ ഡേറ്റ ഇതേപോലെ ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമുള്ള ഡേറ്റ ആദ്യത്തെ കോളത്തിൽ ആദ്യത്തെ റോയിൽ ഉള്ള ബോക്സിലായിരിക്കും വരുന്നത്. പിന്നീട് രണ്ടാമത്തെ ഡേറ്റ അടുത്ത കോളത്തിൽ ഫസ്റ്റ് റോയിൽ തന്നെ വരും. പിന്നീട് അടുത്ത ഡേറ്റ അടുത്ത കോളത്തിൽ ആ സെയിം റോയിൽ തന്നെ ഫസ്റ്റ് റോയിൽ തന്നെ വരും. അങ്ങനെ 1 by 1 ആയിട്ട് ഇവിടെ എത്ര കോളംസ് കൊടുത്തിട്ടുണ്ടോ അത്രയും കോളംസിൽ ഫില്ലായ ശേഷമായിരിക്കും അടുത്ത റോയിലേക്ക് ഡേറ്റ ഫില്ലാകാനായിട്ട് ആരംഭിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് 3 എന്നുള്ളത് 5th കോളത്തിൽ ഫില്ലായ ശേഷം പിന്നീട് അടുത്ത ഡേറ്റയായ 100 എന്നുള്ളത് അടുത്ത റോയിൽ വന്ന് ആദ്യത്തെ കോളത്തിൽ ഫില്ലായി. പിന്നീട് ഈ 4 കോളംസും ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ അനുസരിച്ച് ഫില്ലാകുന്നതാണ്. അങ്ങനെ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ ഇവിടെ നിന്നും എടുത്ത് ഫില്ലാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ കമാൻഡിലേക്ക് പോവുക, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കോളംസ് 1 ആയിട്ടും റോസ് ഓട്ടോ പോപ്പുലേറ്റഡായി 20 ആയിട്ടുമാണ് കാണിക്കുന്നത്. അതെന്താണ്? ഇപ്പോൾ ഇവിടെ ഒറ്റ കോളമേ ഉള്ളൂ, റോസോ 20 ഉണ്ട്. 20 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇത് 1, 2, 3 എന്ന് ഈ ഓരോ ഡേറ്റയും നെയിം, മാർക്ക്, അതുപോലെ റോൾ നമ്പർ എന്നിങ്ങനെയുള്ള ഓരോ ഡേറ്റയും 1, 2, 3 എന്ന് നമ്മൾ താഴെ വരെ എണ്ണുമ്പോൾ 20 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഒറ്റ കോളമുള്ള ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ 20 റോസ് ഇതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 20 എന്ന് താനെ വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യം 5 കോളംസ് ഉള്ളൊരു ടേബിളാണ്. അതുകൊണ്ട് നമുക്ക് ഈ 1 എന്നുള്ളത് ചേഞ്ച് ചെയ്ത് 5 എന്നാക്കാം. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി 4 ആയി മാറി. കാരണം ഇത് ഇത്രയും ഡേറ്റ, അതായത് 20 ഡേറ്റ 5 കോളംസ് ഉള്ള ഒരു ടേബിളിലേക്ക് മാറ്റുമ്പോൾ എന്തായാലും 4 റോസ് തന്നെ ഇതിനാവശ്യമായി വരും. അതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഇനാക്റ്റീവായി കിടക്കുകയാണ്. കാരണം ഇത് വേർഡിന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്തരത്തിലിങ്ങനെ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ വർക്കും കുറെ കൂടി ഈസിയാകും. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ ഈ കമാൻഡ്സ് ഒക്കെ ഇൻസേർട്ട് ടേബിൾ എന്നുള്ള കമാൻഡ് പഠിച്ചപ്പോൾ കണ്ടതാണ്. ആ ബോക്സിനകത്തുള്ള അതേപോലെയാണ് ഇവിടെയും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത് മാറ്റിക്കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഓട്ടോമാറ്റിക് മോഡ് തന്നെ കിടക്കട്ടെ. ഇനി അടുത്തത് സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ്. ഇവിടെ പാരഗ്രാഫ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്റ്റഡ് ആയി തന്നെ കിടക്കുകയാണ്. ഇനി അടുത്തത് കോമാസ് ഉണ്ട്, ടാബ്സ് ഉണ്ട്, അതർ, അതായത് അതർ എന്നുള്ളിടത്ത് ഹൈഫനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്കിങ്ങനെ ഡേറ്റ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് പാരഗ്രാഫിൻ്റെ മോഡലിലാണ്. ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാം. വളരെ വേഗത്തിൽ നമുക്ക് ഇതുപോലൊരു ടേബിൾ നമുക്കിവിടെ ലഭിച്ചു. ഇപ്പോൾ ഇവിടെ ഡേറ്റ 20 അല്ലാതെ 19 18 വല്ലതും ആയിരുന്നെങ്കിൽ ഈ 2 ബോക്സും ബ്ലാങ്ക് ആയിട്ട് കിടന്നേനെ. എങ്കിലും റോസ് 4 തന്നെ കണ്ടേനെ. ഇത് അൺഡു ചെയ്തിട്ട് അങ്ങനെയൊന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് 2 ഡേറ്റ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം.
പിന്നീട് നമുക്കിത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 18 ആണ് കിടക്കുന്നത്. 2 ഡേറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ 5 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 4 തന്നെയാണ് കിടക്കുന്നത്. കാരണം 18 ആണെങ്കിലും 4 റോസ് വേണം ഇത്രയും ഡേറ്റ ഈ ടേബിളിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട്. ഇവിടെ 2 ബോക്സ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ റോസ് നമുക്ക് 4 തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഡേറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേറ്റ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചായിരിക്കും ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേറ്റ റോൾ നമ്പർ എന്നുള്ളത് നിന്നത് ഈ ഭാഗത്തായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ബോക്സ് സ്റ്റാർട്ട് ചെയ്തത്. താഴോട്ട് ബോക്സ് സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ഈ ഡേറ്റ അല്പം കൂടി താഴ്ത്തി കൊടുക്കണം. അതിനായി സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത്ര സ്പേസ് മുകളിൽ കൊടുക്കുക. പിന്നീട് ഈ ഡേറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് ആ കമാൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ 1 by 1 ആയി താഴോട്ട് എൻ്റർ ചെയ്ത് പോയ ശേഷം അതിനെ ഒരു ടേബിളിലോട്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതേ ഡേറ്റ തന്നെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത ശേഷം അതിനെ ഇതേപോലെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റോൾ നമ്പർ കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുത്തിട്ടുണ്ട്, നെയിം കഴിഞ്ഞിട്ട് കോമ, സബ്ജക്റ്റ് 1 കഴിഞ്ഞിട്ട് കോമ, അങ്ങനെ ഓരോന്നും കഴിഞ്ഞിട്ട് ഇവിടെ കോമ ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കോമയ്ക്ക് ശേഷം സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ അങ്ങനെ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഡേറ്റയുടെ തൊട്ട് മുന്നേ ആയിരിക്കും ആ സ്പേസ് വരുന്നത്. അതായത് റോൾ നമ്പർ കഴിഞ്ഞു, പിന്നീട് നമ്മളൊരു കോമ ഇട്ടു, പിന്നെ നമ്മൾ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ എന്നിന് മുന്നേയാണ് ഇവിടെ സ്പേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്നിന് മുന്നേ ആയിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് വരും. അപ്പോൾ ഈ നെയിം എന്നുള്ളത് ബാക്കിയുള്ള ടൈറ്റിലിൻ്റെ ഒക്കെ അലൈൻമെൻറ്റിൽ നിന്നും അല്പം റൈറ്റിലോട്ട് മാറി നിൽക്കും. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ കോമ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് വേറെ സ്പേസ് ഒന്നും കൊടുക്കണ്ട, തൊട്ടടുത്ത ഡേറ്റ അങ്ങ് ടൈപ്പ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെയും ഇതേ ഓർഡർ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ റോയിലെ കംപ്ലീറ്റ് ഡേറ്റ ആദ്യം ടൈപ്പ് ചെയ്യുക, സബ്ജക്റ്റ് 3 വരെ, അത് കഴിഞ്ഞ് കോമ കൊടുക്കുക. പിന്നീട് അടുത്ത റോയിലെ ഡേറ്റ 1 by 1 ആയിട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് കോളംസ് 20 ആണ് കാണിക്കുന്നത്. അതായത് ഇവിടെ കോമ ആയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. റോൾ നമ്പറിന് നമ്മൾ ഫസ്റ്റ് കോളം എന്ന് കൊടുക്കുകയാണെങ്കിൽ നെയിം സെക്കൻഡ് കോളമാണ്, സബ്ജക്റ്റ് 1 തേർഡ് കോളം, അങ്ങനെ ലാസ്റ്റ് 70 വരുമ്പോൾ ഇത് 20th കോളമായിരിക്കും. റോയോ ഈ ഒറ്റ റോയെ കാണുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അത് നമ്മുടെ ആവശ്യാനുസരണം മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് 5 എന്ന് കൊടുക്കാം കോളംസ്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ 4 ആയി. ഇതെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ കണ്ടോ, നേരത്തെ പാരഗ്രാഫ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇവിടെ കോമ ഇട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് കാരണം ഇത് സെലക്റ്റഡ് ആയി വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോഴും നമുക്ക് വളരെ വേഗത്തിലൊരു ടേബിൾ കിട്ടി. ഇനി അടുത്തത് ടാബ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഡേറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോന്നും ടൈപ്പ് ചെയ്തിട്ട് ടാബ് കീ പ്രസ് ചെയ്യണം. ടാബ് കീ ഒരു തവണ മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ. ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ സാധാരണ നല്ലൊരു സ്പേസിങ് വരുന്നതാണ്. അത്രയും സ്പേസിങ് കിട്ടിയില്ലെങ്കിൽ പോലും ഒറ്റ തവണ മാത്രമേ ടാബ് കീ പ്രസ് ചെയ്യാവുള്ളൂ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ടാബ് കീ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡേറ്റയ്ക്കുള്ള ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ ടേബിൾ ലഭിക്കുകയില്ല. ഇപ്പോൾ ഞാനിതൊന്ന് ടൈപ്പ് ചെയ്യാം. റോൾ നമ്പർ എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക, പിന്നീട് ടാബ് കീ ഒരു തവണ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്തു, എന്നാൽ ഈ കേഴ്സർ ഒരല്പം മാത്രമാണ് റൈറ്റിലോട്ട് മൂവ് ആയിരിക്കുന്നത്. ഏകദേശം നമ്പർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്ന് കരുതി ഒന്നും കൂടി ടാബ് കീ പ്രസ് ചെയ്യാനായിട്ട് പോകരുത്. അടുത്ത ഡേറ്റ ടൈപ്പ് ചെയ്യാം, പിന്നീട് ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരല്പം കൂടി കൂടുതൽ സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ, പിന്നീട് ടാബ് കീ.
ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്പേസ് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ വരാറുള്ള അത്രയും തന്നെ ഏകദേശം സ്പേസ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സബ്ജക്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് ടാബ് കീ പ്രസ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്ത ശേഷം വേറെ സ്പേസ് ബാറോ ഒന്നും തന്നെ പ്രസ് ചെയ്യരുത്. ജസ്റ്റ് അവിടെ അടുത്ത മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്ജക്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അടുത്ത റോയിലെ ഓരോ ഐറ്റംസ് ഇതേപോലെ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്യുക. പിന്നീട് 100 എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത ഡേറ്റ കൊടുക്കുക. അപ്പോൾ ഇവിടെ മാർജിൻ തികയുന്നില്ലെങ്കിൽ അത് താനേ താഴോട്ട് വന്നോളും. നമ്മൾ വേറെ കമാൻഡൊന്നും അതിനായിട്ട് കൊടുക്കേണ്ട. ഇതേപോലെ 1 by 1 ആയിട്ട് ഈ ഓർഡറിൽ തന്നെ ലാസ്റ്റ് ഡേറ്റ വരെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ സെലക്ട് ചെയ്യുക. പിന്നീട് കൺവേർട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുക. ഇവിടെയും 5 കോളം ആക്കി കൊടുക്കുക. പിന്നീട് ഇവിടെ ടാബ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ടാബ്സ് ആണ് സെപ്പറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കാം. ഇവിടെയും നമുക്ക് വേഗത്തിൽ നല്ലൊരു ടേബിൾ ലഭിച്ചു. ഇനി നേരത്തെ നമ്മൾ ടാബ് കമാൻഡ് കൊടുത്തപ്പോൾ വീണ്ടും ഒരു ടാബ് കീ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ടാബ് കീ ഒന്നുകൂടി ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഇതുപോലത്തെ സ്പേസ് നമുക്കിവിടെ ലഭിച്ചു. എന്നാൽ നമ്മൾ ആ കമാൻഡ് കൊടുക്കുമ്പോൾ ഇതെന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസിംഗ് ഉണ്ടായി. അതായത് നമ്മൾ ഒരു ടാബ് കീ കൂടെ കൊടുത്തപ്പോൾ ഇവിടെ ഒരു ഡേറ്റയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വേർഡ് അതിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ട് അവിടെ വരേണ്ട നെയിം എന്നുള്ളത് തൊട്ടടുത്ത ബോക്സിലേക്ക് പോയി. അതുപോലെ സബ്ജക്റ്റ് 1 എന്നുള്ളത് അതിൻ്റെ അടുത്ത ബോക്സിലേക്ക് പോയി. അങ്ങനെ ഓരോ ഡേറ്റയും നെക്സ്റ്റ് ബോക്സിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടു. അവസാനം വന്നപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ 70 എന്നുള്ളത് ഇവിടെ ഉൾക്കൊള്ളിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് അടുത്തതായി പുതിയ ഒരു റോ ഇവിടെ ഉണ്ടായി, 5th റോ. അതിൻ്റെ ആദ്യത്തെ കോളത്തിലെ ഡേറ്റയായിട്ട് ആ 70 വരികയും ചെയ്തു. ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഥവാ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സ്പേസിങ് കുറവാണെങ്കിലും പിന്നീട് വീണ്ടും ഒരു ടാബും കൂടെ പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധിച്ച് വേണം പ്രസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഇതേപോലെ തൊട്ടടുത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മൾ ടാബ് കീ പ്രസ് ചെയ്തോ അതോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ടാബ് കീ പ്രസ് ചെയ്യുക. ഇനി അടുത്തത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതർ എന്നുള്ളിടത്ത് ഐഫൻ കൊടുക്കുന്നത്. അതും ഇതേപോലെയാണ്. ഇടയ്ക്ക് സെപ്പറേറ്റർ ആയിട്ട് നമ്മളിവിടെ ഐഫനാണ് കൊടുക്കുന്നത്. നേരത്തെ ടാബും കോമയും ഒക്കെ കൊടുത്തതുപോലെ ഇവിടെ നമ്മൾ ഐഫനാണ് കൊടുക്കുന്നത്. ഐഫൻ കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇടയ്ക്ക് സ്പേസിംഗ് ഒന്നും കൊടുക്കരുത്, ജസ്റ്റ് ഐഫൻ മാത്രം ഇട്ടു പോവുക. എന്നാൽ ഇതുപോലെ സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, അത് ഈ ഒരു ഡേറ്റയ്ക്കകത്ത് ഉള്ള സ്പേസ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാൽ ഇവിടെ ഓരോ ബോക്സിലും കാണുന്ന ഐറ്റം, അതായത് ഓരോ സെപ്പറേറ്റ് ഡേറ്റയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഐഫൻ മാത്രം കൊടുക്കുക. വേറെ സ്പേസോ വേറൊരു മാർക്കിങ്ങോ ഒന്നും കൊടുക്കരുത്. അത് ടാബും കോമായും ഒക്കെ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ടേബിളിന് മറ്റെന്തെങ്കിലും ഫോമാറ്റിംഗ് വരുത്തണമെങ്കിൽ ഷെയ്ഡിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ലൈൻസിന് കളേഴ്സ് കൊടുക്കുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഫോമാറ്റിംഗ് നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ടേബിൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടേബിൾ ടൂൾസ് ലഭ്യമാകും. അതിനകത്ത് ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബ്, ഈ 2 ടാബിലെ കമാൻഡ്സ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഫോമാറ്റിംഗ് ഒക്കെ ഈ ടേബിളിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻസേർട്ട് ടാബിലെ ടേബിൾ ഗ്രൂപ്പിലെ ഈ മെനുവിലുള്ള കമാൻഡ്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്വിക്ക് ടേബിൾസ് നമുക്ക് ഡിസൈൻ ടാബിലെയും ലേഔട്ട് ടാബിലെയും കമാൻഡ്സ് പഠിച്ച ശേഷം ഒന്നും കൂടി മനസ്സിലാക്കാവുന്നതാണ്.
ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.